Good morning, guys. This is me, Gio George. ഇപ്പോൾ സമയം 5:15 ഒരു 4 മണിക്ക് എണീറ്റാണ്. ഇപ്പോൾ പയ്യെ ലൈറ്റ്സൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സൂര്യൻ ജസ്റ്റ് വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. ചെറിയൊരു ലൈറ്റ് പുറത്ത് കാണാം. സോ ഇറ്റ്സ് ഗെറ്റിംഗ് ബ്രൈറ്റർ. സൂര്യൻ വന്നേക്കുമ്പോൾ നമുക്ക് വീട്ടൊരു ചായ പിടിക്കാം. സൂര്യൻ വന്നു കഴിഞ്ഞാൽ പിന്നെ പണിയാണ്, ബിക്കോസ് ഒട്ടുക്കത്ത് ചൂടായിരിക്കും. സോ ഗൈസ്, നമുക്ക് ആദ്യം തന്നെ രാവിലെ തന്നെ ഒരു കറക്റ്റ് അടിച്ചിട്ടൊന്നും വരാം. സോ കറക്റ്റ് ഈസ് സംതിങ് ദാറ്റ് ഈസ് ലൈക്ക് a very important part of everybody's life in Dubai. That is like ഇതൊരു നോർത്ത് ഇന്ത്യൻ ടൈപ്പ് ഓഫ് ചായയാണ്, but it tastes good. ചില ആൾക്കാർക്ക് ഇഷ്ടമല്ല, സോ they can have fresh milk chai. So people who like കറക്റ്റ് അവർക്ക് കറക്റ്റ് കുടിക്കാം. സോ പോയിട്ടൊരു കറക്റ്റ് അടിച്ചിട്ട് വരാം. സോ ഗൈസ്, ഇതാണ് നമ്മുടെ കറക്റ്റി മാത്രമല്ല, അതിനൊപ്പം തന്നെ ഗാർലിക് റോളെന്ന് പറഞ്ഞിട്ട് റോളും മേടിച്ച് കഴിച്ചു. പക്ഷേ ഇത് യെസ്റ്റർഡേസ് റോളായിരുന്നു തോന്നുന്നത്, ഒരു സുഖം ഉണ്ടായില്ല. സോ ഗൈസ്, നമ്മുടെ ചായ കൂടി കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു കയറുന്നതാണ്. സോ ഗൈസ്, മമ്മി ഇവിടെ പാൻ ചൂടാക്കുന്നുണ്ട്. വെജിറ്റബിൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, നൂഡിൽസ് അവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊന്നും എനിക്കല്ല കേട്ടാ, അനിയത്തിക്കാണ്. ഇതാണ് മമ്മ. ബോൺഷോ മമ്മ. സൂപ്പർ. അങ്ങനെ മമ്മി നൂഡിൽസ് ഉണ്ടാക്കാൻ ടൈമിൽ നമ്മളൊരു പടം കാണാൻ വേണ്ടി ഇരുന്നു. അപ്പോഴത്തേക്കും മമ്മി നൂഡിൽസ് ഉണ്ടായി കഴിഞ്ഞു. കാണാൻ നല്ല അടിപൊളിയായിരുന്നു, നല്ല മണമൊക്കെ ആയിരുന്നു, സൂപ്പറായിരുന്നു. എനിക്ക് 2 ഓപ്ഷനാണ് ഉണ്ടായിരുന്നത്. ഒന്ന് നൂഡിൽസ് കഴിക്കുക, അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യാം. നൂഡിൽസിനെ ഉപയോഗിച്ച് എക്സസൈസ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഹായ് ഗൈസ്, ഞാൻ പിന്നെ ഉറങ്ങിപ്പോയി ഗൈസ്. ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഒരു 10:30 മണിയായിരുന്നു. 10:30 മണിയായപ്പോഴത്തേക്കും കണ്ട, ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. സൂര്യൻ കത്തി നിൽക്കുക. ഇപ്പം പുറത്തിറങ്ങിയാൽ കരിഞ്ഞു പോകും. അവിടെ നമുക്ക് കുറച്ച് വെയിലാറിയിട്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. ഇരുന്ന് നോട്ട്സ് എഴുതണേ. ഇന്നെന്താ സാറേ ക്ലാസ്സിൽ പോവാന്? വയറ് വേണോ? ഡയറ്റിൻ്റെ അങ്ങേറ്റാട്ടാ. വെയിലായതുകൊണ്ട് പുറത്തിറങ്ങണ്ടെന്ന് വിചാരിച്ചിരിക്കണായിരുന്നു. പക്ഷെ ഒരു കാര്യത്തിനായിട്ട് പപ്പടൊപ്പം കാറിലായതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ഞങ്ങൾ അങ്ങാട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോണ വഴിയിൽ ഇങ്ങനെയാണ് ഷാർജ ഉള്ളത്. അപ്പോൾ അതേ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഞങ്ങൾ സാധനം മേടിച്ച് ഒരു പാർസൽ എടുക്കാൻ വേണ്ടി പോയതാണ്. പാർസൽ മേടിച്ച് ഞങ്ങൾ തിരിച്ച് പോണ പോക്കാണ് ഈ കാണുന്നത്. അങ്ങനെ നമ്മൾ മെഗാമോളിലെത്തി 3 ഗ്ലാസ് സെലക്ട് ചെയ്തതാണ് ഈ കാണുന്ന 3 നമ്മൾ ഓർഡർ കൊടുത്തു. ഇനി നാളെ അത് ഹോം ഡെലിവറി ചെയ്യവർ.
നമ്മളപ്പോൾ ക്ലാസ് പർച്ചേസൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പോകുന്ന വഴി സ്വീറ്റ്സ് മേടിക്കാമെന്ന് വിചാരിച്ചു. ഇത് അറബിക് ഒതൻറ്റിക് സ്വീറ്റ്സ് വേണമെന്ന് പറഞ്ഞിട്ട്. ഇതെന്താ സാധനം എന്നുള്ളത് ഇതിൻ്റെ പേര് നമുക്ക് അറിയാൻ പാടില്ല. അറിയായിരുന്നു, മറന്നുപോയി. പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ മെയിൻ ഐറ്റം മേടിച്ചത് കുനാഫയാണ്. കുനാഫ മേടിച്ചു. Look, this is authentic Dubai Kunafa. ദ നെക്സ്റ്റ് ഡേ ഞാൻ നോക്കുമ്പോൾ വീട്ടിൽ നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു ടൈപ്പ് ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയും ദോശയായിരുന്നു. എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ നേരെ ഒരു പാകിസ്ഥാനി ഷോപ്പിൽ പോയിട്ട് ബിരിയാണി മേടിക്കാമെന്ന് വിചാരിച്ച്. ബിരിയാണി അല്ല, വേറെ എന്തെങ്കിലും മേടിക്കാമെന്നാണ് പോയത്. പിന്നെ ഞാൻ വിചാരിച്ചെന്നാൽ ബിരിയാണി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. പാകിസ്ഥാനി ബിരിയാണി. അങ്ങനെ നമ്മുടെ ബിരിയാണി ഓർഡർ ചെയ്ത് സാധനം എത്തിയിട്ടുണ്ട്. ഒടുക്കത്തെ ക്വാണ്ടിറ്റി ആയിരുന്നു. വലിയൊരു സ്റ്റിക്കറും ഉണ്ടായിരുന്നു, ഒത്തിരി റൈസും ഉണ്ടായിരുന്നു. നമ്മുടെ ബിരിയാണി അല്ല, പാകിസ്ഥാനി ബിരിയാണി വളരെ ഡിഫറെൻ്റ് ആണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ നോർത്ത് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു ടൈപ്പ് ബിരിയാണി ആയിരിക്കും നമുക്ക് കിട്ടുക. അതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു ടൈപ്പ് ഗ്രേവിയും വന്നിട്ടുണ്ടായിരുന്നു. ഈ ഗ്രേവി കൂട്ടി അടിക്കാനായിരുന്നു അടിപൊളിയായിട്ട്. ഈ ഗ്രേവി ഉണ്ടായിരുന്നു, റൈത്ത ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഗ്രേവിയാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്. ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ അതായിരുന്നു. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടു, ഇത് ഇപ്പോൾ നല്ല ഉപ്പുണ്ടായിരുന്നു കേട്ടോ. നല്ല ഉപ്പായിരുന്നു ഇതിന്. ഫുഡ് കഴിച്ച് വീട്ടിൽ പോയി കുറച്ച് നേരം റെസ്റ്റൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ റോളൊക്കെ വിട്ടു. പപ്പയ്ക്ക് അവിടെ ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ആരെയൊക്കെ മീറ്റ് ചെയ്യാനായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒപ്പം ഞാനും കയറിയിരുന്നു. എന്തായാലും വെറുതെ ദുബായിലെത്തിയല്ലേ, എന്തായാലും വെറുതെ ഇരിക്കുകയല്ലേ, ചുമ്മാ പോയി വീഡിയോ ഒക്കെ എടുത്തിട്ടും വരാമെന്ന് വിചാരിച്ച്. അല്ല, എന്ത് വീഡിയോ ആണല്ലോ, എല്ലാം ഈ ബിൽഡിങ്ങൊക്കെ തന്നെ എടുക്കണത്. നമ്മൾ ഇന്നലെ ഓർഡർ ചെയ്ത സൺഗ്ലാസസ് എത്തിയിട്ടുണ്ട്. അത് കളക്ട് ചെയ്യാൻ വേണ്ടി വന്നതാ. അപ്പോൾ വന്ന സൺഗ്ലാസസ് എല്ലാം ഇനി അൺബോക്സ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത പരിപാടി. അൺബോക്സ് ചെയ്യുക, വെച്ച് നോക്കുക, ഷുവറുക. അങ്ങനെ അൺബോക്സ് ചെയ്തു. എല്ലാം നല്ല വെൽ പാക്ഡ് ആയിട്ടാണ് കേട്ടോ അവർ കഴിച്ചത്. അത് സൂപ്പറായിരുന്നു. ഇതാണ് ആ കമ്പനി നെയിം. നമ്മൾ മേടിച്ച ക്ലാസ്സുകളിൽ ഇതാണ് ഫസ്റ്റ് ക്ലാസ്. സെക്കൻഡ് ക്ലാസ് ഇതാണ് എൻ്റെ ഫേവറേറ്റ് ക്ലാസ് ആയിട്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇത് തന്നെയായിരുന്നു. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ക്ലാസ് ആയിട്ട്. എല്ലാം അടിപൊളിയായിരുന്നു. എല്ലാം നമ്മൾ നേരത്തെ വെച്ച് നോക്കിയിട്ട് തന്നെ മേടിച്ചത്. അതുകൊണ്ട് പാളമെന്നുള്ള പേടിയൊന്നും ഉണ്ടായില്ല.
കയ്യിലിരിക്കുന്നതാണ് ഫലാഫൽ. ഇത് എനിക്ക് വളരെ നോസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. കൈ കിടിയുമ്പോൾ നല്ല അടിപൊളി ചൂടൊക്കെ ഇരുന്നിട്ടാ. ഇത് എന്താ എനിക്ക് ഭയങ്കര നോസ്റ്റാൾജിക് ആയിട്ടുള്ള ഐറ്റമാണ്. ഞാനിത് എപ്പോഴും ചെറുപ്പത്തിൽ മേടിച്ച് തിന്നുന്ന ഒരു ഐറ്റം വരുന്നത്. എനിക്ക് ആക്ച്വലി ഒരു അബദ്ധം പറ്റി ഗൈസ്. അബദ്ധം എന്ന് പറയാൻ പറ്റില്ല. ഇറ്റ്സ് ലൈക്ക് ഞാൻ കുനാഫ വാങ്ങാൻ വേണ്ടി കയറി. ആൻഡ് കുനാഫ വാസ് എ ബിറ്റ് എക്സ്പെൻസീവ്. ഞാൻ ഉദ്ദേശിച്ച എമൗണ്ടിലും കുറച്ചും കൂടി കൂടി. ഞാൻ ആക്ച്വലി 3 പീസ് കുനാഫ ആൻഡ് 2-3 കുറച്ച് സ്വീറ്റ്സ് വാങ്ങി. സോ ഇത് എല്ലാം കൂടിയിട്ട് it actually cost like 65 dirhams. That is like 15 euros. എൻ്റെ കിളി പോയി ഗൈസ്. 15 euros for kunafa. പക്ഷേ ആക്ച്വലി കുനാഫ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചതൊക്കെ ഇത്രയും പൈസ ഉണ്ടായിരുന്നില്ല. ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് എ ഗുഡ് ഷോപ്പ് ആക്ച്വലി. ഇറ്റ്സ് എ ഗുഡ് ഷോപ്പ് ഇൻ ദ സെൻസ് ലൈക്ക് കുറച്ച് ബ്രാൻഡ് വാല്യൂ ഉണ്ടാവുമല്ലോ കുറച്ച് ചില ഷോപ്സിന്. അപ്പോൾ ആ ബ്രാൻഡ് വാല്യൂ കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ഇതുപോലത്തെ എക്സ്പീരിയൻസുകൾ എല്ലാവർക്കും ഉണ്ടാവണം, എന്നാലാണ് നമ്മൾ പഠിക്കുകയുള്ളൂ. അതുകൊണ്ട് സെപ്പാക്ക ഇതെല്ലാം ഒരു എക്സ്പീരിയൻസ് ആയിട്ട് ഞാൻ കാണുന്നു.